നമുക്ക് പാപത്തിന് പകരക്കാരനായി അവൻ മരിച്ചു. അവൻ്റെ പീഡാസഹനങ്ങളിൽ പ്രസാദിച്ചുകൊണ്ട് പാപത്തിൽ നമുക്ക് ഇളവ് നൽകി. അതുകൊണ്ട് ദൈവം അവനെ മഹത്വപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും. അതിന് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ എത്യോപ്യക്കാരൻ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു, വെള്ളമുണ്ടല്ലോ, എന്നെ ജ്ഞാനസ്നാനപ്പെടുത്താൻ അമാന്തമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പീലിപ്പോസ് അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് പൗലോസപ്പോസ്തലൻ പീലിപ്പോസിൻ്റെ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദാനിയേലിൻ്റെ ഹബക്കൂക്കിനെ കുത്തിനി പിടിച്ചുകൊണ്ട് പൊക്കിക്കളഞ്ഞില്ലേ, അതുപോലെ തന്നെ പീലിപ്പോസിനെ പിടിച്ച് പൊക്കിക്കളഞ്ഞ് അവിടുന്ന് മാറ്റും. എന്താണ്? ഇവൻ ഫൈനാൻസ് മിനിസ്റ്ററാണ്, ഇവൻ ജ്ഞാനസ്നാനപ്പെട്ടിരിക്കുകയാണ്, അവന് നിത്യരക്ഷയ്ക്ക് അവൻ അർഹനായി തീർന്നിരിക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയത് കാരണം ഇവനോട് സാമ്പത്തിക ഇടപാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് വിഷയം. നമ്മളൊരു ആളെ കർത്താവിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിൽ അവൻ്റെ ആത്മരക്ഷ കഴിഞ്ഞാൽ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. അതുകൊണ്ട് നിങ്ങളെ വിളിക്കുകയും ഫോൺ നമ്പറിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ കൊടുക്കുക, അങ്ങനെയുള്ള സംഭവത്തൊന്നും കൃപാസനം അനുവദിക്കാത്തതിൻ്റെ കാരണവും ഇവിടുത്തെ ചില പണ്ട് എക്സിക്യൂട്ടീവ് ഉടമ്പടി ഉണ്ടാകുന്ന മുമ്പ് ഇവിടെ കുറേ ആൾക്കാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വായ്പ കൊടുക്കലായിരുന്നു. ആ മാസികന്മാരുടെ അവസാനം അമ്മലത്തിൽ പിരിഞ്ഞ് ഞാൻ എല്ലാത്തിനും ഡിസ്മിസ് ചെയ്ത്. ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് വായ്പ മേടിക്കണവനെയൊക്കെ ഞാൻ ന്യൂട്രായിട്ട് എക്സിക്യൂട്ടീവ് മാറ്റി. എന്താ കാര്യം? ഇവന്മാർ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരല്ല, കുടുംബം കഴിയാൻ വേണ്ടി വൈദ്യപ്പഴപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൃപാസനം ദുർവിനിയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ദൈവഹിതത്തിനെതിരാണ് സംഭവം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്പറൊക്കെ വാങ്ങിക്കാം, പക്ഷേ കർത്താവിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു സാധനം നിങ്ങൾ ഡീൽ ചെയ്യരുത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളൊക്കെ എല്ലാം മറ്റുള്ളവൻ്റെ വേദനയിൽ ദൈവത്തെ കൈമാറാൻ വേണ്ടിയുള്ള ദൈവസൗഹൃദത്തിൻ്റെ ഒരു മാധ്യമമാണത്. അപ്പോൾ ദൈവമായിരിക്കണം നിങ്ങളുടെ ചിന്തയിലുള്ളത്. പീലിപ്പോസ് അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഡിസ്പേഴ്സായി, പിന്നെ അവിടെ നിന്നില്ല സംഭവം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദൈവരാജ്യമാണ്. എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെയാണ് അവിടുത്തെ നീതി. എപ്പോഴും ഓർത്തേക്കണം. അപ്പം നീതി എന്ന് പറയുന്ന യാക്കോബിൻ്റെ സുവിശേഷത്തിൻ്റെ മെത്തേഡിന് 2ാം സ്ഥാനമാണ് സുവിശേഷത്തിലുള്ളത്. ആദ്യം ദൈവരാജ്യം, പിന്നെ അതിൻ്റെ നീതി. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ ഈ 2 സംഭവമുണ്ട്. എന്താണ് ഉടമ്പടിയിലുള്ള? പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഉപവിപ്രവർത്തനമുണ്ട്. ഇത് നിങ്ങൾ കണ്ണും പൂട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ ബാക്കി എൻ്റെ ദൈവം എന്താ പറഞ്ഞത്? ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ഒന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മുട്ടനിക്കുക. നമുക്കൊരു പാട്ടുപാടി പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ വചന സൗഖ്യത്തിന്, വചന സന്ദേശത്തിന് നന്ദി പറയുന്നു. രോഗസൗഖ്യ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കൈകളടിച്ചുകൊണ്ട് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, യേശുവിൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിൽ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മക്കായി
എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ നന്മക്കായി